നമസ്കാരം. ശബരിമല ദ്വാരപാലക ശില്പപാളിയിലെയും കട്ടിളപ്പടിയിലെയും സ്വർണം കവർന്ന കേസിൽ ബോർഡ് മുൻ പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസു റിമാൻഡിലാകുമ്പോൾ വീണത് 5ാം വിക്കറ്റ്. പത്തനംതിട്ട ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വാസുവിനെ റിമാൻഡ് ചെയ്തത്. 14 ദിവസമാണ് റിമാൻഡ് കാലാവധി. വാസുവിനെ കൊട്ടാരക്കര സബ് ജയിലിലേക്ക് അയച്ചു. ശബരിമല സ്വർണക്കൊള്ളയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് എൻ വാസുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. 5 പേരാണ് ഇതുവരെ കേസിൽ അറസ്റ്റിലായത്. നേരത്തെ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം എൻ വാസുവിന്റെ മൊഴിയെടുത്തിരുന്നു. സ്വർണം പൂശാനുള്ള ശുപാർശയുള്ള എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കത്ത് ബോർഡിന് കൈമാറുക മാത്രമാണ് ചെയ്തത് എന്നാണ് എൻ വാസു മൊഴി നൽകിയത്. കട്ടിളപ്പാളികൾ കൊണ്ടുപോകുമ്പോൾ താൻ കമ്മീഷണർ ആയിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ശബരിമലയിലെ ദ്വാരപാലക ശില്പപാളി വിഷയത്തിൽ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്നും എൻ വാസു പറഞ്ഞു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും ദേവസ്വം കമ്മീഷണർ ആയിരിക്കുമ്പോഴും തെറ്റുകളൊന്നും സംഭവിച്ചിട്ടില്ല. 2019 മാർച്ച് 14 ദേവസ്വം കമ്മീഷണർ സ്ഥാനത്തു നിന്ന് മാറി. നവംബറിൽ വീണ്ടും ദേവസ്വം പ്രസിഡന്റായി തിരിച്ചെത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഈ സമയത്ത് വാസുവിന്റെ വിശ്വസ്തരെല്ലാം വാസുവിനെതിരെ മൊഴി നൽകി. അങ്ങനെ 5ാം വിക്കറ്റ് വീണു. ഇനി ഉയരുന്നത് ആരാണ് എന്ന ചോദ്യമാണ്. മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിന് നറുക്കു വീഴുമെന്നാണ് സൂചന. പത്മകുമാറും ഏതു നിമിഷവും അറസ്റ്റിലാകും. ദേവസ്വം മാനുവലും ഹൈക്കോടതിയുടെ ഉത്തരവും കണക്കിലെടുക്കാതെയാണ് 2025 സെപ്റ്റംബറിൽ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. വിലപിടിപ്പുള്ള വസ്തുക്കളുടെ അറ്റകുറ്റപ്പണി ക്ഷേത്രാങ്കണത്തിലാണ് നടത്തേണ്ടതെന്ന് ദേവസ്വം നിയമത്തിലും കോടതി ഉത്തരവിലും വ്യക്തമാണ്. ഇക്കാര്യം അറിയില്ലെന്ന് ബോർഡിന് പറയാനാകില്ല. ശബരിമല കമ്മീഷണറെ വിവരം അറിയിച്ചാൽ 2019 ക്രമക്കേടുകൾ പിടിക്കപ്പെടുമെന്ന് കരുതിയിരിക്കാം. 2019 അറ്റകുറ്റപ്പണിക്ക് ശേഷം ദ്വാരപാലക ശില്പത്തിന്റെ തൂക്കത്തിൽ 4 കിലോയോളമാണ് കുറവുണ്ടായത്. പവിത്രമായ ക്ഷേത്ര സ്വത്തുക്കളുടെ അപഹരണമാണ് ഇതിലൂടെ നടന്നത്. ബോർഡിന്റെ അറിവില്ലാതെ ഇത്തരമൊരു നടപടി നടക്കില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അംഗങ്ങളടക്കം നേരിട്ടോ അല്ലാതെയോ ഉത്തരവാദികളാകും. ഇക്കാര്യവും SIT അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. വിഷയത്തിൽ അഴിമതി നിരോധന നിയമം ബാധകമാകുമോ എന്നതും പരിശോധിക്കണമെന്നും 2019 അറ്റകുറ്റപ്പണിയിലൂടെ എത്ര സ്വർണമാണ് നഷ്ടപ്പെട്ടതെന്ന് തിട്ടപ്പെടുത്താനായി ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ പാളികളടക്കം തൂക്കി നോക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. 1999 എത്ര സ്വർണമായിരിക്കും ദ്വാരപാലക ശില്പങ്ങൾക്ക് സ്വർണ്ണാഭരണം നൽകാനായി ഉപയോഗിച്ചതെന്ന് തിട്ടപ്പെടുത്താൻ മറ്റ് സ്വർണ്ണാഭരണങ്ങളിൽ നിന്ന് സാമ്പിൾ എടുക്കും. നവംബർ 15 ഇതിനായുള്ള പരിശോധനകൾ പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം. വിഷയം ഡിസംബർ 3 വീണ്ടും പരിഗണിക്കും. ഈ ഒരു സാഹചര്യത്തിലാണ് വാസുവിനെയും അറസ്റ്റ് ചെയ്തത്. ദിവസങ്ങൾക്കുള്ളിൽ ശബരിമലയിലെ തെളിവെടുപ്പുകളും പൂർത്തിയാക്കണം. പത്മകുമാർ ചോദ്യം ചെയ്യലിന് വിളിച്ചിട്ട് വന്നില്ല. അസൗകര്യം പറഞ്ഞ് ഒഴിവായി. വീണ്ടും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ നോട്ടീസ് പ്രകാരം ഉടൻ പത്മകുമാർ ഹാജരാകണം. ഇല്ലാത്ത പക്ഷം വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യാനാണ് നീക്കം. ഹൈക്കോടതി ഇടപെട്ട വിഷയമായതുകൊണ്ട് മുൻകൂർ ജാമ്യം കിട്ടലും പ്രയാസകരമാണ്. ഈ സാഹചര്യത്തിൽ 6ാം വിക്കറ്റ് പത്മകുമാർ ആയിരിക്കുമെന്ന് വിലയിരുത്തലുണ്ട്. ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ, ദ്വാരപാലക ശില്പം തുടങ്ങിയവയുടെ അറ്റകുറ്റപ്പണിയുടെ പേരിൽ നടന്ന സ്വർണക്കൊള്ളയ്ക്ക് പിന്നിൽ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന കലാരൂപ കള്ളക്കടത്തുകാർക്ക് പങ്കുണ്ടോ എന്ന് സംശയിച്ച് ഹൈക്കോടതി നിലപാട് കടുപ്പിച്ചിരുന്നു. വിലമതിക്കാനാവാത്ത പൈതൃക വസ്തുക്കൾ കൊള്ളയടിച്ച് കടത്തുന്നതിൽ കുപ്രസിദ്ധനായ സുഭാഷ് കപൂറിന്റെ രീതികൾക്ക് സമാനമായ നടപടികളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ശബരിമലയിലും നടന്നതെന്ന് വിലയിരുത്തിയാണ് അന്താരാഷ്ട്ര ബന്ധം ഉണ്ടോ എന്ന് കോടതി സംശയിക്കുന്നത്.